നമ്മുടെ കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 20 സ്റ്റാൻഡേർഡുകളിൽ 10ാമത്തെ സ്റ്റാൻഡേർഡ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റോടുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ്. ഇന്നലെ തുടങ്ങിയതാണ് നമ്മൾ ഈ ഡിസ്കഷൻസ്. സോ ഇന്ന് അടുത്ത ഒരു സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മളിവിടെ കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഓർഗനൈസേഷൻ ഷാൽ അഡ്ഹിയർ ടു ലീഗൽ ആൻഡ് ഡിഫൈൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി പ്രാക്ടീസസ്. നമുക്ക് നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ART പ്രാക്ടീസ് ഉണ്ടാവണം. IVF എന്ന് നമ്മൾ പറയുന്ന ഒരു സംവിധാനം ART ലാബിലും ART തിയേറ്ററിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നിയമാനുസൃതമായി അനുവദിക്കപ്പെട്ടതായിരിക്കണം. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആക്ട് ഉണ്ട് നമുക്ക്. ആ ആക്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. ആ ആക്ടിനെ, നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു വന്ധ്യതാ ചികിത്സാ സംവിധാനം നമ്മുടെ ആശുപത്രിയിൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് നടത്തുന്നുണ്ട്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ആശുപത്രിയിലുണ്ട്. അതിൻ്റെ ഒരു എക്സാമിനേഷൻസ്, ഡയഗ്നോസിസ്, എംബ്രിയോ ട്രാൻസ്ഫർ തുടങ്ങി നമ്മൾ ആ ഒരു മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിയമങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും അമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇതൊരു ടെക്നോളജി റെവല്യൂഷൻ്റെ പാർട്ടായിട്ട് വന്ന ട്രീറ്റ്മെൻറ്റാണ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിലെ അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് COP 10K നമുക്ക് വ്യക്തമായിട്ട് നിയമങ്ങളെ മുറുകെ പിടിച്ച ഒരു പ്രാക്ടീസ് ഉണ്ടാവണം. അത് കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നിയമാനുസൃതമായി നമുക്കിവിടെ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം നമ്മുടെ ഹോസ്പിറ്റലിൽ. അതിനെ നമ്മൾ പാലിക്കണം. എന്തിനാണ്? നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ലാബ് റൺ ചെയ്യുന്നതിന്, അവിടെ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന്.